ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ചാപ്റ്റർ 3 വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഒക്കർ ഇൻ എ പ്രിസം. അപ്പോൾ എന്താണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, അതെങ്ങനെയാണ് പ്രിസത്തിൽ സംഭവിക്കുന്നത്? ഓക്കെ, ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ലൈറ്റ്, ഓക്കെ, വൈറ്റ് ലൈറ്റ് കുറച്ച് കോമ്പണൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വൈറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ, ഇതാണ് നമ്മുടെ വൈറ്റ് ലൈറ്റ്, ഇത് പ്രിസത്തിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ പല എമൗണ്ട്സ് ആയിട്ട് ഇത് ബെൻഡ് ആവുന്നുണ്ട്, കണ്ടോ? അപ്പം ഈ ബെൻഡ് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ റിഫ്രാക്ഷൻ കാരണമാണ് സംഭവിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നാണ് വരുന്നത്, പിന്നെ പോകുന്നതോ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഡെൻസർ മീഡിയത്തിലേക്ക്. അപ്പോൾ എന്തായാലും റിഫ്രാക്ഷൻ സംഭവിക്കും. സോ അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഓരോ എമൗണ്ട്സ് ആക്കിയിട്ട് അത് ബെൻഡ് ആവും. ഈ ഓരോ എമൗണ്ട് ആയിട്ട് ബെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്, ഓരോന്നിനും ഓരോ വേവ് ലെങ്ത് ആണ്. അതുപോലെ തന്നെ ഈ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് ഓരോ എമൗണ്ട് ആക്കിയിട്ട് ഡിഫറെൻറ്റ് എമൗണ്ട്സിൽ ബെൻഡ് ആവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നതിൽ വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ റെഡ് കുറവാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസ്പേർഷൻ കാരണം നമുക്ക് കിട്ടുന്നത് ഒരു സ്പെക്ട്രമാണ്. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റെയിൻബോ കളേഴ്സ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഇൻഡിഗോ. അപ്പോൾ ഇതാണ് ഡിസ്പേർഷൻ കാരണം ഉണ്ടാകുന്ന റിസൾട്ട്, ഒരു സ്പെക്ട്രമാണ്. ഇതാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഇങ്ങനെയാണ് പ്രിസത്തിൽ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ എ റെയിൻബോ ഈസ് ഫോംഡ് ഇൻ എ നേച്ചർ. അപ്പോൾ എങ്ങനെയാണ് ഒരു റെയിൻബോ ഉണ്ടാകുന്നത്? ഓക്കെ, അപ്പോൾ റെയിൻബോ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ സൺലൈറ്റ്, ഈ പറയുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്, നമ്മുടെ മഴത്തുള്ളികളിലേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എന്താ നടക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും. ഇപ്പോൾ നമുക്കിവിടെ ലൈറ്റ് റേസ് ഇങ്ങനെ വന്നു, നേരെ റിഫ്രാക്റ്റായി പോയി. അപ്പോൾ ഇങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം ഈ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് ഡിസ്പേഴ്സ് ആവും. അതായത് വൈറ്റ് ലൈറ്റ് പോയി ഇവിടെ 7 കളറായി ഡിസ്പേഴ്സ് ആയി പോവും. അതിനുശേഷം ഈ ഡിസ്പേഴ്സ്ഡ് കളേഴ്സ് എന്ന് പറയുന്നത് ഉള്ളിലൊരു റിഫ്ലക്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ഉള്ളിലാണ്. റിഫ്രാക്ഷൻ, അതുപോലെ തന്നെ ഡിസ്പേർഷൻ, ദെൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഈ 3 ഫിനോമിനൻസും കഴിഞ്ഞതിന് ശേഷം പതുക്കെ ലൈറ്റ് വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്ന് എക്സിറ്റ് ആവും. എക്സിറ്റ് ആവുമ്പോൾ ഒബ്സർവർ, അതായത് നമ്മളെപ്പോഴുള്ള ആൾക്കാർക്ക് കാണുന്നതാണ് എന്ത്, റെയിൻബോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെയിൻബോ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന 3 ഫിനോമിനൻ കാരണം ഉണ്ടാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ, വാട്ട് ആർ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ഹൗ ഡു ദേ കമ്പൈൻ ടു ഫോം വൈറ്റ് ലൈറ്റ്? ഓക്കെ, അപ്പോൾ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് എന്താണ്, ആ പ്രൈമറി കളേഴ്സ് കമ്പൈൻ ചെയ്താൽ എങ്ങനെ വൈറ്റ് ലൈറ്റ് ഫോം ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്കറിയാം പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ്. ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് നമ്മുടെ പ്രൈമറി കളേഴ്സ്. അപ്പോൾ ഈ പ്രൈമറി കളേഴ്സ് ഈക്വൽ ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? വൈറ്റ് ലൈറ്റ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറയുന്ന 3 കളേഴ്സ് ഏതൊക്കെ, റെഡും ഗ്രീനും ബ്ലൂവും കളേഴ്സ് വെച്ചിട്ട് നമുക്ക് പല ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. ഇതുപോലുള്ള സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കാം. മജന്ത, യെല്ലോ, സിയൻ പോലുള്ള സെക്കൻഡറി കളേഴ്സും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ പ്രൈമറി കളേഴ്സ് നമുക്കൊരിക്കലും വേറെ കളേഴ്സ് മിക്സ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ RGB എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ കളർ ടെലിവിഷൻ സ്ക്രീൻസിലും കമ്പ്യൂട്ടർ മോണിറ്റേഴ്സിലും യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസ് നമ്മളുടെ ബ്രെയിനിൽ ഒരു 1/16 സെക്കൻഡ് വരെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററായ ഫസ്റ്റ് സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിൽ ഈ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പഠിച്ചിരുന്നു.
അപ്പോൾ അതിൽ ആ സൗണ്ട് അവസാനിച്ചതിന് ശേഷവും അതിൻ്റെ ഒരു എഫക്റ്റ് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സെയിം തന്നെയാണ് ഇവിടെ വിഷൻ്റെ കാര്യത്തിലും വരുന്നത്. ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഡിസപ്പിയർ ചെയ്തതിന് ശേഷവും അതിൻ്റെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഒരു നിശ്ചിത സമയം വരെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അപ്പോൾ ഇതെന്താ നടക്കുന്നതെന്ന് വെച്ചാൽ റെട്ടിന ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണ് ആ ഒബ്ജക്റ്റ് റിമൂവ് ആയതിനു ശേഷവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്കാണ്. അതായത് അഗർബത്തി നമ്മൾ ബേൺ ചെയ്യുമല്ലോ, ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ പോലെ വരും അതിൻ്റെ ഫ്യൂംസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ റിംഗ് ഓഫ് ഫയർ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഈ പറയുന്ന പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണമാണ് അത് നടക്കുന്നത്, അങ്ങനെ നമുക്ക് തോന്നുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് കളർ ഡിസ്ക് ആണ്. അത് നമ്മൾ കൺസെപ്റ്റ് ഓവർവ്യൂവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിസ്കിൽ നമ്മൾ 7 കളേഴ്സ് പെയിൻറ് ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി മിക്സായി കമ്പൈനായി ഒരു വൈറ്റ് ലൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കളറ് മറ്റേ കളറിനെ റീപ്ലേസ് ചെയ്ത് അങ്ങനെ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുമ്പോഴാണ് ഈ വൈറ്റ് ലൈറ്റ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതും പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂവീസിലും അനിമേഷൻസിലും ഒക്കെ നമുക്ക് ഈ പറയുന്ന ഇല്യൂഷൻ ഓഫ് മോഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3 എക്സാമ്പിൾസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡസ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഡെമോൺസ്ട്രേറ്റ് ദ കോമ്പോസിഷൻ ഓഫ് വൈറ്റ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് കളർ ഡിസ്ക് എങ്ങനെയാണ് വൈറ്റ് ലൈറ്റിൻ്റെ ആ ഒരു കോമ്പോസിഷൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്താണ്? ആക്ച്വലി ഒരു ഡിസ്കിൽ നമ്മൾ 7 കളേഴ്സ് ഈക്വൽ പ്രൊപ്പോർഷനിൽ പെയിൻറ് ചെയ്ത് വെക്കുന്നു. നമുക്കറിയാം സൺലൈറ്റ് എന്ന് പറയുന്നത് 7 കളേഴ്സും കൂടി മിക്സ് ആയതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വൈറ്റ് ലൈറ്റ് ഈ ഒരു കോമ്പോസിഷൻ വൈറ്റ് ലൈറ്റ് ഉണ്ടാവുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യുകയാണെന്നാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂട്ടൺസ് കളർ ഡിസ്ക്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് ഡിസ്ക് നല്ല ഫാസ്റ്റിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എല്ലാ കളേഴ്സും ബ്ലെൻഡായിട്ട് ഒരു എന്താ പറയുക ഈ 7 കളറും ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാതെ എല്ലാം കൂടി ഒരു ബ്ലെൻഡ് പോലെയായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒരു ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്ക് ഒരു ഓൾമോസ്റ്റ് ഒരു വൈറ്റ് കളറായിട്ടായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലായി? ഈ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ സ്പെക്ട്രം ഓഫ് കളേഴ്സിൻ്റെ ഒരു കോമ്പോസിഷനാണ് വൈറ്റ് ലൈറ്റ്. ഇതാണ് നമുക്ക് ന്യൂട്ടൺസ് കളർ ഡിസ്കിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: What is the electromagnetic spectrum and what are its components? അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് പല റേഡിയേഷൻസ് അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡറായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും പല എനർജി ലെവലിലും പല വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് ആണിവ. അപ്പോൾ അത് ഒരു അസെൻഡിങ് അല്ലെങ്കിൽ ഒരു ഡിസെൻഡിങ് ഓർഡറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ അതിൽ ഗാമ റേസ് കാണുന്നുണ്ട്, എക്സ് റേസ്, യു വി റേസ്, പിന്നെ അതുപോലെ തന്നെ വിസിബിൾ ലൈറ്റ്, അതായത് നമ്മുടെ സൺലൈറ്റ്, വിസിബിൾ ലൈറ്റ് കാണുന്നുണ്ട്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ്. ഇത്രയും വേവ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ റേഡിയേഷൻസും 3 × 10⁸ മീറ്റർ/സെക്കൻഡിലാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവർക്കാർക്കും ഒരു മീഡിയം ആവശ്യമില്ല ട്രാവൽ ചെയ്യാനായിട്ട്. മറ്റത് വരുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് വിസിബിൾ ലൈറ്റ് ഉള്ളത്. പിന്നെ ഈ പറയുന്ന എനർജി അതുപോലെ തന്നെ വേവ് ലെങ്ത്തും കാണിച്ചിട്ടുണ്ട്. ഇതിൽ എനർജി ഒരു റേഡിയേഷൻ്റെ എനർജി ഡിക്രീസ് ആവും തോറും വേവ് ലെങ്ത് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആവുന്നുണ്ട്. അതായത് ഗാമ റേസിൽ നിന്നും അത് ഈ പറയുന്ന റേഡിയോ വേവ്സ് വരെയും കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റേഡിയേഷൻ്റെ എനർജി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ട്. എനർജി ഡിക്രീസ് ആവും തോറും ഇവിടെ വേവ് ലെങ്ത് എന്തായിരിക്കുകയാണ്? ഇൻക്രീസ് ആയി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ കോമ്പോണൻസും അതിൻ്റെ ഡെഫിനിഷനും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ട്രാൻസ്പെറൻറ്റ് ഫിൽറ്റേഴ്സ് എഫക്റ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ്? അപ്പോൾ ഒരു ലൈറ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്പെറൻറ്റ് ഫിൽറ്റേഴ്സിലൂടെ എങ്ങനെയാണ് ഈ ട്രാൻസ്പെറൻറ്റ് ഫിൽറ്റർ എഫക്റ്റ് ചെയ്യുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഈ വൈറ്റ് ലൈറ്റുള്ള കോമ്പണൻറ്റ് കളേഴ്സിനെയും ട്രാൻസ്മിറ്റ് ചെയ്യും, അതുപോലെ തന്നെ ആ ട്രാൻസ്പെറൻറ്റ് ഫിൽറ്റർ എന്ത് കളറാണോ ആ കളറും കൂടി എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഇപ്പോൾ ആ ട്രാൻസ്പെറൻറ്റ് ഫിൽറ്ററിൻ്റെ കളർ അല്ലാത്ത ബാക്കി കളേഴ്സൊക്കെ എന്തായാലും ചെയ്യുകയെന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് പഠിക്കാം. ഒരു റെഡ് ഫിൽറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഈ റെഡ് ഫിൽറ്ററിലൂടെ ഈ പറയുന്ന ലൈറ്റ് കടത്തി വിടുന്നു. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് 7 കളറാണുള്ളത്. അപ്പോൾ അതിൽ റെഡ് ഫിൽറ്റർ ഇതാണ്. അപ്പോൾ ഈ റെഡ് ഫിൽറ്ററിൻ്റെ റെഡ് കളർ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്തു പോവുക. ബാക്കി എല്ലാ കളേഴ്സും എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഇനി അതേപോലെ തന്നെ യെല്ലോൻ്റെ കേസ് എടുക്കുക. അപ്പോൾ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, യെല്ലോ എന്ന് പറഞ്ഞാൽ റെഡിൻ്റെയും ഗ്രീനിൻ്റെയും മിക്സ് ചെയ്തിട്ടുള്ളൊരു കോമ്പൗണ്ട് കളറാണ് യെല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ യെല്ലോ ഫിൽറ്ററിലൂടെ ഈ പറയുന്ന വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും അതിൻ്റെ കോമ്പോണൻറ്റ് കളറാണ് ഈ യെല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രണ്ട് ലൈറ്റ്സും എന്ത് ചെയ്യും, ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ബാക്കി എല്ലാ കളേഴ്സും അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലൂ ഒക്കെ ആണെങ്കിൽ അബ്സോർബ് ചെയ്യും. ഇനി അടുത്തത് വരുന്നത് സെക്കൻഡറി കളർ ഫിൽറ്റേഴ്സ് ആണ്. സെക്കൻഡറി കളർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ സെയിം തന്നെ, നേരത്തെ ഇവിടെ ഈ കോമ്പോണൻറ്റ് യെല്ലോൻ്റെ പ്രൈമറി കളേഴ്സ് ഉണ്ടല്ലോ, റെഡും ഗ്രീനും, അതേപോലെ തന്നെയാണ് ഈ സെക്കൻഡറി കളേഴ്സ് വരുന്നത്, അതായത് മജന്ത പോലുള്ള കളേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ യെല്ലോയും സെക്കൻഡറി കളർ തന്നെയാണ്. അപ്പോൾ മജന്ത ഫിൽറ്റർ നോക്കിക്കഴിഞ്ഞാൽ മജന്ത എന്ന് പറഞ്ഞാൽ ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ ഗ്രീൻ ലൈറ്റൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ആ ഗ്രീനിലേക്ക് അബ്സോർബ് ചെയ്യും, ബാക്കി ബ്ലൂവും റെഡും എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രാൻസ്പെറൻറ്റ് ഫിൽറ്റർ ലൈറ്റിൻ്റെ ട്രാൻസ്മിഷനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ വൈ ഡിഫറെൻറ്റ് ഒബ്ജെക്ട്സ് അപ്പിയർ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് വെൻ ഇല്യൂമിനേറ്റഡ് ബൈ വൈറ്റ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഒബ്ജെക്ട്സ് എങ്ങനെയാണ് പലതരം കളേഴ്സിലായിട്ട് നമുക്ക് കാണുന്നത്? അപ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, ഒരു വൈറ്റ് ലൈറ്റ് ഒപ്പാക്ക് ഒബ്ജെക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കാത്ത ഒബ്ജക്റ്റാണ് ഒപ്പാക്ക് ഒബ്ജെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീഴുന്ന സമയത്ത് ചില കളേഴ്സ് മാത്രമായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഈ ഒബ്ജക്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താണ്, ആ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന കളറാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് റെഡ് ആപ്പിൾ ആണ്. ഈ റെഡ് ആപ്പിളിൻ്റെ ലീവ്സ് ആണ് ഈ ഗ്രീൻ കളർ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ പറയുന്ന ലൈറ്റ് ഇവിടെ വന്ന് ഇൻസിഡൻ്റ് ആവുന്നുണ്ട്. ആൻഡ് ഇതിന്ന് റിഫ്ലക്റ്റ് ആവുന്ന കളർ ഏതാണ്, റെഡ് ആപ്പിളിൽ വന്ന് പതിക്കുന്ന സമയത്ത് റെഡ് കളറാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ ഗ്രീൻ കളർ ഒബ്ജക്റ്റായ ലീവ്സിൻ്റെ മേലെ വന്ന് ഇൻസിഡൻ്റ് ആകുമ്പോൾ എന്താണ്, ഗ്രീൻ ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കളേഴ്സും അബ്സോർബ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഓരോ ഒബ്ജക്റ്റും ഓരോ കളറിലാക്കി കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ കളർ നമ്മൾ കാണുന്നത് എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ വേവ് ലെങ്ത്സിനെയാണ്, ഈ വേവ് ലെങ്ത്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് വാട്ട് ഫാക്ടേഴ്സ് എഫക്റ്റ് ഇറ്റ്? ഓക്കെ, അപ്പോൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന ലൈറ്റ് റേസ് ഓരോ പാർട്ടിക്കിൾസ്, മീഡിയത്തിലുള്ള ഒരു പാർട്ടിക്കിളുടെ മേലെ വന്ന് ഇൻസിഡൻ്റ് ആവുന്ന സമയത്ത് ആ ലൈറ്റ് റേക്ക് സംഭവിക്കുന്ന ഡയറക്ഷനിൽ വരുന്ന ഡീവിയേഷൻ അല്ലെങ്കിൽ ഡയറക്ഷനിൽ വരുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അതും ഇതുപോലെ ഇറഗുലർ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. ഈ പറയുന്ന സ്കാറ്ററിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന് ഒരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും മറ്റൊന്ന് പാർട്ടിക്കിൾസിൻ്റെ സൈസും. ഇത് രണ്ടെണ്ണവും അനുസരിച്ചിട്ടാണ് സ്കാറ്ററിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ടർ വേവ് ലെങ്ത്, ഇപ്പോൾ വേവ് ലെങ്ത്സിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വയലറ്റ്, ബ്ലൂ തുടങ്ങിയ കളറുകൾക്കെല്ലാം ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തായിരിക്കും, കൂടുതൽ സ്കാറ്ററിംഗ് ആയിരിക്കും നടക്കുക. അപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള റെഡ്, ഓറഞ്ച് പോലുള്ള കളറുകൾക്കെല്ലാം എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇതാണ് വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കാറ്ററിംഗ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി പാർട്ടിക്കിളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിളുടെ സൈസ് കൂടുമ്പോൾ
സ്കാറ്ററിങ്ങും കൂടും. അതിപ്പോൾ ഏതൊരു വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് ആയിക്കോട്ടെ, സൈസ് കൂടിക്കഴിഞ്ഞാൽ സ്കാറ്ററിങ്ങും കൂടും. പിന്നെ ഒരു പാർട്ടിക്കിളുടെ സൈസ് വേവ് ലെങ്ത്തിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏത് കളർ ആയിക്കോട്ടെ സ്കാറ്ററിങ് ഈക്വൽ ആയിരിക്കും. അതായത് ഏത് വേവ് ലെങ്ത് കളറോ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ സ്കാറ്ററിങ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എല്ലാ ടൈപ്സിനും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഫാക്ടർ സ്കാറ്ററിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതും എന്താണ് സ്കാറ്ററിങ് എന്നുള്ളതും. ക്വസ്റ്റ്യൻ, വൈ ഡസ് ദി സ്കൈ അപ്പിയർ ബ്ലൂ? അപ്പോൾ എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ കളറായിട്ട് നമുക്ക് കാണുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ സൺലൈറ്റിലുള്ള പാർട്ടിക്കിൾസിന്റെ സ്കാറ്ററിങ് മൂലമാണ് നമുക്ക് സ്കൈ ബ്ലൂ കളറായിട്ട് കാണുന്നത്. അതായത് നമുക്കറിയാം ബ്ലൂ എന്ന് പറയുന്നത് ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ഒരു കളറാണ്. അപ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ആളുകളാണ് ഈ പറയുന്ന ബ്ലൂ വയലറ്റ് ഉള്ള ആൾക്കാർ. അപ്പം ഈ പറയുന്ന ബ്ലൂ ഷോർട്ടർ വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്കാറ്ററിങ് ചെയ്യും. ഒരുപാട് സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം എല്ലാ ഡയറക്ഷനിലേക്കും സ്പ്രെഡ് ആവും. അങ്ങനെ ഈ പറയുന്ന ബ്ലൂ ലൈറ്റ് എല്ലായിടത്തേക്കും സ്കാറ്റേർഡ് ആവുമ്പോഴാണ് നമുക്ക് ബ്ലൂ ലൈറ്റ് കാണുന്നത്, അതായത് സ്കൈ ബ്ലൂ കളറായിട്ട് കാണുന്നത്. ബാക്കി എല്ലാ കളേഴ്സും റെഡ് ലൈറ്റ്, അതായത് റെഡ്, ഗ്രീൻ, ഓറഞ്ച് പോലുള്ള കളറുകളെല്ലാം ലെസ് സ്കാറ്ററിങ് ആണ്, ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബ്ലൂ കളർ കാണുന്നത്. വൈ ഡസ് ദ സൺ അപ്പിയർ റെഡ് ഓർ ഓറഞ്ച് ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്? അപ്പോൾ എന്തുകൊണ്ടാണ് സൺറൈസ് സൺസെറ്റ് സമയത്ത് സണ്ണ് റെഡ് ആയിട്ടും ഓറഞ്ചൊക്കെ ആയിട്ടും നമുക്ക് കാണുന്നത്? ഓക്കെ, അപ്പോൾ സൺറൈസും സൺസെറ്റ് സമയത്ത് നമുക്ക് എന്താ ഇങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഈ സമയങ്ങളിലെല്ലാം സൺലൈറ്റ് ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വേണം വരാൻ അറ്റ്മോസ്ഫിയറിലൂടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ലോങ്ങർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് ഈ ബ്ലൂ, വയലറ്റ് പോലുള്ള ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ആളുകളെല്ലാം എല്ലായിടത്തേക്കും സ്കാറ്റേർഡ് ആയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് ലോങ്ങർ വേവ് ലെങ്ത് ആയ റെഡും ഓറഞ്ചും യെല്ലോ മാത്രമായിരിക്കും. അപ്പോൾ ഇവരായിരിക്കും എർത്ത് സർഫേസിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്കറിയാലോ ഈ ഒരു ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ആളുകൾ ലെസ് സ്കാറ്ററിങ് ആയിരിക്കും. ആൻഡ് ലെസ് സ്കാറ്ററിങ്ങുമാണ്, പിന്നെ ഇവർക്ക് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യും വേണം ഈ കളേഴ്സിനെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് സൺ റെഡായിട്ടും ഓറഞ്ചൊക്കെ ആയിട്ട് സൺറൈസും സൺസെറ്റ് സമയത്തും നമുക്ക് കാണുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെ വീഡിയോ നോട്ട്സുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിന് വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടിൻഡൽ എഫക്റ്റ് ആൻഡ് വേർ ക്യാൻ ഇറ്റ് ബി ഒബ്സർവ്ഡ്? അപ്പോൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എവിടെയായിരിക്കും ടിൻഡൽ എഫക്റ്റ് കാണാനായിട്ട് പറ്റുന്നത്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളോയിഡൽ ലിക്വിഡ്സ് അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ. കൊളോയിഡൽ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസോല്യൂബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉള്ള ഒരു മിക്സ്ചർ, അതിനെയാണ് നമ്മൾ കൊളോയിഡൽ ലിക്വിഡ്സ് അല്ലെങ്കിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ലൈറ്റ് റേസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റ് റേസും സ്കാറ്റേർഡ് ആയി പോകും. അപ്പോൾ ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കാറ്ററിങ്, ഈ മീഡിയത്തിലൂടെ നമ്മളുടെ ലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ സ്കാറ്ററിങ് ആവുമല്ലോ. ആ സ്കാറ്റർ ആവുന്ന സമയത്താണ് നമുക്ക് ആ ലൈറ്റിൻ്റെ പാത്ത് കറക്റ്റായിട്ട് വിസിബിൾ ആവുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഫിനോമിനൻ കാണാൻ പറ്റുന്നത് ചോക്ക് പൗഡർ മിക്സ് ചെയ്തിട്ടൊരു വെള്ളത്തിലൂടെ നമ്മൾ ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പാത്ത് കാണാനായിട്ട് പറ്റും. ഇത് നേച്ചറിൽ, അതായത് നേച്ചുറലായിട്ട് നമുക്കിത് എവിടെ ഈ ടിൻഡൽ എഫക്റ്റ് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ വിൻ്റർ സമയത്ത് നമ്മളിപ്പം കുറച്ച് കാട് പോലുള്ള പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ പാത്ത് ഇതേപോലെ കാണാനായിട്ട് പറ്റും. ആ ബ്രാഞ്ചിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ ലൈറ്റും അതിൻ്റെ ലൈറ്റിൻ്റെ പാത്തെല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടിൻഡൽ എഫക്റ്റ് കാരണമാണ് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന മീഡിയത്തിലെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂടുന്തോറും ടിൻഡൽ എഫക്റ്റും ഇൻക്രീസ് ആയി കൂടും. അതാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് നാച്ചുറലി നടക്കുന്നത് ഈ പറയുന്ന ഫോറസ്റ്റ് പോലുള്ള റീജിയൻസിലും. നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് ചോക്ക് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലൂടെ ഒരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിൻഡൽ എഫക്റ്റ് കാണാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദി ഐ? അപ്പോൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലുള്ള ലെൻസിനെ
ലെൻസിൻ്റെ കർവേച്ചറിനെ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റിയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഈ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തിനു കൂടി സാധിക്കുമെന്ന് വെച്ചാൽ പല ഡിസ്റ്റൻസിലായിട്ട് വെക്കുന്ന ഒബ്ജക്റ്റിനെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കും ഈ പറയുന്ന കർവേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ചേഞ്ച് ചെയ്യാനൊക്കെ ആരാ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ആരാ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സീലിയറി മസിൽസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു നിയർ ബൈ ഒബ്ജക്ട്സിനെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സീലിയറി മസിൽസ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ലെൻസിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ചുകൂടി കേർവ്ഡ് ആയിരിക്കും. അതേസമയം നമുക്കൊരു ഡിസ്റ്റൻസിലുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് കാണണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മസിൽസ് കുറച്ചുകൂടി കോൺട്രാക്റ്റഡ് ആവും. ഇവിടെ കണ്ടോ, ചുരുങ്ങി ലെൻസ് എന്തായി, തിന്നായി. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്ട്സിനെ നോക്കുമ്പോഴും സീലിയറി മസിൽസ് കോൺട്രാക്റ്റും റിലാക്സും ഒക്കെ ആയി മാറുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ നിയർ പോയിന്റ് ആൻഡ് ഫാർ പോയിന്റ് ഓഫ് ദി ഐ? അപ്പോൾ ഒരു ഐൻ്റെ നിയർ പോയിന്റ് ഫാർ പോയിന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിയറസ്റ്റ് ഡിസ്റ്റൻസ്, ആ അടുത്ത് വയ്ക്കുന്ന സമയത്ത് ഒബ്ജക്റ്റ് വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം. അപ്പോൾ ഒരു ഹെൽത്തി ഐൻ്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫാർ പോയിന്റ്. ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫാദസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഒരു ദൂരത്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റണം. അപ്പോൾ ഒരു ഹെൽത്തി ഐൻ്റെ ഫാർദസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, അതായത് എത്ര ദൂരം ഉണ്ടെങ്കിലും കാണാനായിട്ട് പറ്റും. അതാണ് ഒരു ഹെൽത്തി ഐൻ്റെ ഫാർ പോയിന്റ്. അപ്പോൾ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഐക്ക് കാണാൻ പറ്റുന്നത് 25 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇതാണ് ഒരു ഐൻ്റെ ഫാർ പോയിന്റ്, നിയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന ഫാർ പോയിന്റും നിയർ പോയിന്റും ഓരോ വിഷൻ ഡിഫക്ട്സ് ഉള്ളവർക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ പോലുള്ള ഓരോ വിഷൻ ഡിഫക്ട്സ് അനുസരിച്ചിട്ട് ഈ നിയർ പോയിന്റും ഫാർ പോയിന്റും അവർക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഷോർട്ട് സൈറ്റഡ്നെസ്, അതായത് മയോപ്പിയ, ആൻഡ് ഹൗ ഈസ് ഇറ്റ് കറക്റ്റഡ്? അപ്പോൾ മയോപ്പിയ എന്നാൽ എന്താണ്, അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം? അപ്പോൾ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത് ഒരു വിഷൻ ഡിഫക്റ്റ് ആണ്, അതായത് ഡിസ്റ്റൻറ്റിലുള്ള ഒബ്ജക്റ്റിനെ കാണാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഇതൊരു നോർമൽ ഐ ആണ്, ഇത് ഒരു മയോപ്പിയ ഡിഫക്റ്റ് ഉള്ളൊരു ഐ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിഫക്റ്റ് ഉള്ള ആൾക്കാർക്ക് ഐബോള് നോർമൽ ഉള്ള ഐനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിലായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ലെൻസിൽ കൂടുതൽ പവറും ഉണ്ടാവും. പിന്നെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നോർമൽ ഐയിൽ നമ്മൾ കറക്റ്റ് റെറ്റിനയിലായിരിക്കും ഇവിടെ കാണുന്ന ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും ഇമേജ് വന്നിട്ട് ഫോം ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഒരു മയോപ്പിയ ഉള്ള ആൾക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് റെറ്റിനേൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരിക്കും വന്ന് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് മേജറായിട്ട് വരുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ ഫാർ പോയിന്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കില്ല. നോർമൽ ഒരു ആൾക്ക് ഇൻഫിനിറ്റിയിലുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും കാണാൻ പറ്റും. പക്ഷേ ഷോർട്ട് സൈറ്റ്നെസ് ഉള്ള ആൾക്കാർക്ക് വളരെ ചെറിയൊരു ഡിസ്റ്റൻസിലുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഒരുപാട് ദൂരത്തുള്ളതൊന്നും കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. Question, how does the size of the eyeball and the power of lens affect vision defects? അപ്പോൾ മയോപ്പിയൻ്റെ കേസിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഐബോൾ ലാർജർ ആണ്. ഐബോൾ ലാർജർ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ലെൻസിന് കൂടുതൽ പവർ ഉണ്ടാവും. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ റെറ്റിനേൻ്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും ഇമേജ് വന്ന് ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു കോൺകേവ് ലെൻസ് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ലൈറ്റ് റേസ് കറക്റ്റായി വന്ന് ഇതിലൂടെ പാസ് ചെയ്ത് ഡൈവേർജായി ദെൻ കറക്റ്റ് ഒരു റെറ്റിനേൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന്, അതായത് റെറ്റിനേൻ്റെ ഫ്രണ്ട് ഉദ്ദേശിച്ച് ഇതല്ല, കറക്റ്റ് റെറ്റിനയിൽ തന്നെ വന്ന് ഇമേജ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഹൈപ്പർ മെട്രോപ്പിൻ്റെ കേസിലെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇവിടെ ഐബോൾ ലാർജർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഐബോൾ സ്മോളർ ആയിരിക്കും. അപ്പോൾ ലെൻസിൻ്റെ പവർ ഇവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്
റെറ്റിനേൻ്റെ തൊട്ട് ബാക്കിലായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യിപ്പിക്കുക. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് വഴി നമുക്ക് കറക്റ്റ് റെറ്റിനയിൽ തന്നെ ഇമേജിനെ ഫോം ചെയ്യിക്കാനായിട്ട് സഹായിക്കും. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലോങ് സൈറ്റഡ്നെസ്? അതായത് ഹൈപ്പർമെട്രോപ്പി എന്താണ്, എങ്ങനെ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നോർമൽ വിഷൻ ഉള്ള ഒരു ഐ ആണ്. ഇത് ഹൈപ്പർമെട്രോപ്പിയ ഡിഫക്റ്റ് ഉള്ളൊരു ഐ ആണ്. അപ്പോൾ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ബൈ ആയിട്ടുള്ള ഒബ്ജക്ട്സ് വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലോങ് സൈറ്റഡ്നെസ് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ ഐബോളിനേക്കാളും ഷോർട്ടർ ആയിരിക്കും ഇവിടെയുള്ള ലോങ് സൈറ്റ്നെസ് ഉള്ള ആളുടെ ഐബോൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലെൻസിൻ്റെ പവർ വളരെ കമ്മിയായിരിക്കും. ഓക്കെ, പിന്നെ ഇതിവിടെ ഉണ്ടാകുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഒബ്ജക്റ്റ് എല്ലാം റെറ്റിനേൻ്റെ ബാക്കിലായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. നോർമലി എവിടെയായിരിക്കണം, റെറ്റിനയിലാണ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് റെറ്റിനേൻ്റെ ബാക്കിലായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഇവിടുത്തെ ആളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു ആളുടെ നിയർ പോയിന്റിനേക്കാളും കൂടുതലായിരിക്കും. 25 സെൻറ്റിമീറ്റർ ആയിരിക്കില്ല, കൂടുതലായിരിക്കും ഇതിൻ്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഹൈപ്പർമെട്രോപ്പി നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് നമുക്ക്, അതായത് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പവർ വെച്ച് കോൺവെക്സ് ലെൻസ് വഴി നമുക്ക് ഹൈപ്പർമെട്രോപ്പിയ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ, how does the color of an object change when viewed under different colored lights? അതായത് പലതരം കളറുള്ള ലൈറ്റിൽ ഓരോ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ കളറുകൾ എങ്ങനെയാണ് മാറുന്നത്? ഓക്കെ, അപ്പോൾ എങ്ങനെ മാറുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വൈറ്റ് ലൈറ്റിൽ ഈ പറയുന്ന 3 ആപ്പിൾസും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ റെഡ് കളറായിട്ടുള്ള ഒബ്ജക്റ്റ്, അതായത് ഈ റെഡ് കളറായിട്ടുള്ള ആപ്പിൾ റെഡായിട്ട് തന്നെ കാണും. ഇനി അതല്ല ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ ലൈറ്റിലാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ റെഡ് കളർ എന്തായിട്ട് കാണും, ഡാർക്ക് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവണം. അതേപോലെ തന്നെ ഗ്രീൻ ഒബ്ജക്റ്റ് വൈറ്റ് ലൈറ്റിൽ നോക്കുമ്പോൾ ഗ്രീൻ ഒബ്ജക്റ്റ് ഗ്രീൻ കളറായിട്ട് തന്നെ കാണും, പക്ഷേ റെഡ് ലൈറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈറ്റിൽ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ഡാർക്ക് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുന്നത്. പിന്നെ യെല്ലോ ഒബ്ജക്റ്റ്, അപ്പോൾ യെല്ലോ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് ലൈറ്റിൽ യെല്ലോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ യെല്ലോ ലൈറ്റിലും എന്തായിരിക്കും യെല്ലോ കളർ തന്നെയായിരിക്കും കാണുന്നുണ്ടാവുക, പക്ഷേ റെഡ് ലൈറ്റിൽ അതെന്തായിരിക്കും റെഡ് കളറായിട്ട് കാണും. അപ്പോൾ നമ്മളുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, എന്താണോ ഏത് കളറാണോ അതായത് ഏത് കളർ ലൈറ്റാണോ ഇൻസിഡൻ്റ് ആവുന്നത് ആ ഒബ്ജക്റ്റ് ആ കളേഴ്സ് ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലൈറ്റ് പൊല്യൂഷൻ ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് എഫക്ട്സ്? അപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ലൈറ്റ്, അതും ഒരുപാട് ലാർജർ എമൗണ്ടിൽ, അതാണ് എക്സസീവ് എമൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ലൈറ്റ് പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ രാത്രി സഞ്ചരിക്കുന്ന ആനിമൽസ്, അതായത് ഇപ്പോൾ രാത്രി ബേർഡ്സ് ഉണ്ടാവുമല്ലോ, ഈ ബാറ്റ് പോലുള്ള ബേർഡ്സ്, ഔൾ പോലുള്ള ബേർഡ്സുകൾ, അതല്ലാതെ ആനിമൽസ് ഉണ്ടാവും രാത്രി സഞ്ചരിക്കുന്ന ആനിമൽസ്, അതാണ് ഈ നൊക്ടൂണൽ ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിനെയും അതുപോലെ തന്നെ ബിഹേവിയറിനെയും വല്ലാതെ ബാധിക്കും. പിന്നെ വരുന്നത് ലൈറ്റ് പൊല്യൂഷൻ ഈ പറയുന്ന പല സ്പീഷീസിൻ്റെ റീപ്രൊഡക്ഷനെയും പ്രൊഡേഷൻ പാറ്റേൺസിനൊക്കെ ഇൻ്റർഫിയർ ചെയ്യും. പിന്നെ നമുക്ക് രാത്രി കാലങ്ങളിലുള്ള നൈറ്റ് ഡ്രൈവ്സിന് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. അതേപോലെ തന്നെ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കാരണം മൈഗ്രേറ്ററി ബേർഡ്സ് അതായത് അവരെ മിസ്ലീഡ് ചെയ്യും. പോരാതെ തന്നെ പ്ലാന്റ്സിൻ്റെ ഫോട്ടോ പീരിയോഡിസത്തിനെയും ഇത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ലൈറ്റ് പൊല്യൂഷൻ കാരണം നേരിടേണ്ടി വരുന്ന എഫക്ട്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ടു ഫോം വൈറ്റ് ലൈറ്റ്. അപ്പോൾ വൈറ്റ് ലൈറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് റീകോമ്പിനേഷൻ നടക്കുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രിസത്തിൽ നിന്ന് ഡിസ്പേഴ്സ് ആയി പോയ ലൈറ്റുകൾ
അതേപോലുള്ള ഒരു ഐഡൻറ്റിക്കൽ പ്രിസം, അതായത് ഐഡൻറ്റിക്കൽ പ്രിസം എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള പ്രിസം മറ്റൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിരിക്കുന്ന പ്രിസത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ഡിസ്പേഴ്സ് ആയിപ്പോയ എല്ലാ കളേഴ്സും ഈ രണ്ടാമത്തെ ഐഡൻറ്റിക്കൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഐഡൻറ്റിക്കൽ പ്രിസത്തിലേക്ക് ഇൻസിഡൻ്റ് ആവുന്നു. അങ്ങനെ കളേഴ്സ് എല്ലാം റീകമ്പൈൻ ആവുന്നു. അപ്പോൾ ഇതിൽ ഓരോ കളറും എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള, അതായത് രണ്ടാമത്തെ പ്രിസത്തിൽ ഡീവിയേറ്റ് ആയി പോകും. എന്നിട്ട് ഈ ഡീവിയേഷൻ എല്ലാം മാറി, അതായത് ഇതാണല്ലോ ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഡീവിയേഷൻ എല്ലാം മാറി ഈ എല്ലാ കളേഴ്സും ഒറ്റൊരു വൈറ്റ് ലൈറ്റ് കളറായിട്ട് കമ്പൈൻ ആയിട്ട് മാറും. അതാണ് ഈ ഡീവിയേഷൻ ഉണ്ടോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് എല്ലാ കളറും കമ്പൈൻ ആയിട്ട് വൈറ്റ് ലൈറ്റ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ ആക്ച്വലി പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ലൈറ്റ് 7 കളർ അല്ലെങ്കിൽ 7 കളറിലുള്ളൊരു സ്പെക്ട്രം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ വേറെ ഒന്നുകൂടി പറയാം, റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ്റെ റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്നും കൂടി നമുക്ക് പറയാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോട്ടോ പീരിയോഡിസം ആൻഡ് ഹൗ ഈസ് ഇറ്റ് എഫക്റ്റഡ് ബൈ ലൈറ്റ് പൊല്യൂഷൻ? അപ്പോൾ ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണത് ലൈറ്റ് പൊല്യൂഷൻ ഈ ഫോട്ടോ പീരിയോഡിസത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്ന ഫിനോമിനൻ പ്ലാന്റ്സ് എങ്ങനെയാണ് ഒരു ഡേയിനെയും അതേപോലെ നൈറ്റിൻ്റെ ആ ഒരു ഡ്യൂറേഷനെയും റെസ്പോണ്ട് ചെയ്യുന്നത്, അതാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്ന ഫിനോമിനൻ. ഓക്കെ, അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സൺലൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റ്സ് ഓരോന്നിനെയും റെസ്പോണ്ട് ചെയ്യുന്നത്. റെസ്പോൺസ് എന്ന് പറയുന്നത് ബ്ലൂം ചെയ്യുന്നതും ഫ്രൂട്ട് ഇടുന്നത് അതുപോലെ തന്നെ ലീവ്സ് ഷെഡ് ചെയ്യുന്നത്, ഓരോ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അതിന് കിട്ടുന്ന സൺലൈറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഒരു ഡേയിനെയും നൈറ്റിൻ്റെ ആ ഡ്യൂറേഷനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അതായത് ഇൻ്ററാക്ഷൻ, ഈ ഇൻ്ററാക്ഷന് കാരണമാവുന്നത് പ്ലാന്റ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് ഫൈറ്റോക്രോം. ഇത് ലീവ്സിലാണ് ഉണ്ടാവുന്നത്. ഈ ലീവ്സിലുള്ള ഈ ഫൈറ്റോക്രോമാണ് ഇവരുടെ ബയോളജിക്കൽ ക്ലോക്ക് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു ലീവ്സ് ഷെഡ് ചെയ്യുക, അതിൽ ഫ്രൂട്ട് ഉണ്ടാക്കുക, ബ്ലൂം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവരുടെ ഉള്ളിൽ നടക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സാണ്. നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ ഒരു ബയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്നത് അതുപോലെ അവരുടെ ഉള്ളിൽ നടക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഫൈറ്റോക്രോം എന്ന് പറയുന്ന പ്രോട്ടീൻ. ഇത് ഉണ്ടാവുന്നത് ലീവ്സിലാണ്. അപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ എങ്ങനെയാണ് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ പറയുന്ന ലൈറ്റ് പൊല്യൂഷൻ കാരണം ഈ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു നാച്ചുറൽ സൈക്കിളിനെ തന്നെ ബാധിക്കും. കാരണം ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ്, സൺലൈറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് വീഴുന്ന സമയത്ത് ഇവർക്ക് എന്താണ് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ഇവരുടെ ആ നാച്ചുറൽ സൈക്കിളിനെ തന്നെ എന്ത് ചെയ്യും, ഡിസ്റപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ്, അതായത് ലൈറ്റ് പൊല്യൂഷൻ വരുന്ന സമയത്ത് ഇവരുടെ നോർമലായിട്ട് നടക്കുന്ന സൈക്കിൾ തന്നെ ഇവിടെ എന്ത് ചെയ്യാണ്, ഡിസ്റപ്റ്റ് ആയി പോവുകയാണ്. അതല്ലാണ്ട് ഒരു സാധാരണ ഒരു നാച്ചുറൽ ലൈറ്റിൽ ഇവരുടെ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ആ നാച്ചുറൽ പ്രോസസ്സ് പ്രകാരം തന്നെ നടക്കും. അപ്പോൾ ഇതാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു ലൈറ്റ് പൊല്യൂഷൻ എങ്ങനെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ലാമ്പിൻ്റെ അടുത്ത് ട്രീസ് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ആ ട്രീസിൽ നിന്ന് ലീവ്സ് കൊഴിഞ്ഞു പോവുകയില്ല. അതിൻ്റെ പ്രോപ്പർ ടൈം എത്തിയപ്പോൾ, അതായത് ഓരോത്തിനും നമുക്ക് ഓരോ സമയം ഉണ്ടാവും. അപ്പോൾ ആ ഓരോ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബ്ലൂം ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ കൊഴിഞ്ഞു പോകുന്നുണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോപ്പർ ടൈമിൽ കൊഴിഞ്ഞു പോവാതെ ആ ലീവ്സ് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന ലൈറ്റും നാച്ചുറൽ ലൈറ്റും ഇവരിനെ ബാധിക്കുന്നത്. ക്വസ്റ്റ്യൻ, ഹൗ ഡു പീകോക്ക് ഫെതേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈ വിങ്സ് ഗെറ്റ് ദെയർ കളേഴ്സ്? അപ്പോൾ എങ്ങനെയാണ് ബട്ടർഫ്ലൈസിനും പീകോക്കിൻ്റെ ഫെതേഴ്സിനൊക്കെ ഇത്രയും മനോഹരമായ കളറ് കിട്ടുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. അപ്പം ഈ പറയുന്ന കളേഴ്സ് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ കാരണം നമുക്ക് കിട്ടുന്നതാണ്, ഈ ബ്യൂട്ടിഫുൾ കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ? ഈ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ്
ഫോട്ടോണിക് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാനോ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ ഫോട്ടോണിക് ക്രിസ്റ്റൽസ് ലൈറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഫെതേഴ്സ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈൻ്റെ വിങ്സ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് ഇൻ്റർഫറൻസ് ഡിഫ്രാക്ഷൻ പോലുള്ള ലൈറ്റ് ഫിനോമിനന് കാരണമാവുന്നു. അതുപോലെ തന്നെ ഈ നാനോ സ്ട്രക്ചേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു വേ, അതാണ് ഇവർക്ക് ഇത്രയും ഭംഗി കൂട്ടുന്നതും. അല്ലാതെ ഈ കളേഴ്സ് ഒരു പിഗ്മെൻ്റ് അല്ല. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രക്ചറൽ കോളറേഷൻ അതാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഫെതേഴ്സും അതുപോലെ തന്നെ ബട്ടർഫ്ലൈൻ്റെ വിങ്സിന് കളർ കൊടുക്കുന്നതും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതിന് കാരണം ഒരു മൈക്രോസ്ട്രോഫിക് സ്ട്രക്ചറാണ്. അതാണ് ഫോട്ടോണിക് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്ട്രക്ചർ ഇൻ്റർഫറൻസ് ഡിഫ്രാക്ഷൻ പോലുള്ള വേരിയസ് ലൈറ്റ് ഫിനോമിന് കാരണമാവുന്നു. ഇത്രയും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. Question: What happens when sodium thiosulfate and hydrochloric acid are mixed in the scattering experiment? അപ്പോൾ സ്കാറ്ററിംഗ് എക്സ്പീരിമെൻറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ സോഡിയം തയോസൾഫേറ്റ് കൂടി ആഡ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അപ്പോൾ ഒരു കൊളോയിഡൽ സൾഫർ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ സൾഫർ പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഓരോ സമയം കൂടുന്തോറും ഗ്രാജ്വലായിട്ടത് ഇൻക്രീസ് ആയി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി നമുക്കൊരു ബ്ലൂ ലൈറ്റാണ് സ്കാറ്റേർഡ് ആയിട്ട് കാണുന്നത്, കാരണം ചെറിയ പാർട്ടിക്കിൾസ് ആണുള്ളത്. അപ്പോൾ ചെറിയ രീതിയിലൊരു ബ്ലൂ ലൈറ്റ് സ്കാറ്റേർഡ് ആയിട്ട് കാണിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ ഗ്രാജ്വലി സൾഫർ പാർട്ടിക്കിളിൻ്റെ സൈസ് ഇൻക്രീസ് ആവുകയാണ്. അപ്പോൾ ഈ പറയുന്ന പാർട്ടിക്കിൾ സൈസ് ഇൻക്രീസ് ആവുമ്പോൾ ഇവിടെ സ്കാറ്ററിങ്ങും ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് പാർട്ടിക്കിളുടെ സൈസ് സ്കാറ്ററിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.